അടുത്ത ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ നേട്ടമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ ഉത്തരവ് വഴി ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ അവർക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിരുന്നു, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, നിയമപരമായി ഉണ്ടായിരുന്നു. അത് ഒടുവിൽ നീങ്ങിയിരിക്കുകയാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവോടുകൂടി നീങ്ങിയിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ നേരത്തെ സൂചിപ്പിച്ചു വന്നത് തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു CMRL കോടതി മുൻപാകെ. പക്ഷേ ആ തടസ്സവാദങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇഡിക്ക് പരിശോധിക്കാം, സമോൺ ചെയ്യാം എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ളത് ഉറപ്പാണ്. 130 കോടിയുടെ ഫേക്ക് എക്സ്പെൻസ് എന്ന് കൃത്യമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിൽ 2,70,00,000 മുകളിലാണ് വീണ വിജയനെ സംബന്ധിക്കുന്ന അവരുടെ അക്കൗണ്ട് ത്രൂ വന്നിട്ടുള്ള പണം. മറ്റ് എക്സ്പെൻസ് കൂടിയുണ്ട്. അവർക്ക് IT റെയ്ഡിൽ കിട്ടിയ രേഖകളുണ്ട്. അങ്ങനെ ഒരു വിപുലമായ അന്വേഷണത്തിലേക്ക് കേരളം കേന്ദ്രീകരിച്ച ഒരു പക്ഷേ രാഷ്ട്രീയമായി ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു അന്വേഷണത്തിന്റെ തുടക്കം നമ്മൾ പ്രതീക്ഷിക്കണം. അഭിലാഷ്, അങ്ങനെ ഇപ്പോൾ കാണേണ്ടി വരും. കാരണം നേരത്തെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് CMRL എക്സാലോജിക് ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1.5-2 വർഷം കാത്തിരുന്ന ശേഷമാണ് ഇഡിക്ക് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് CMRL ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ സിംഗിൾ ബെഞ്ചിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു വിധി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സിംഗിൾ ബെഞ്ച് ഇഡിക്ക് അനുമതി നൽകുന്നത് നേരത്തെ CMRL മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം ഇതിലൊരു ഷെഡ്യൂൾഡ് ഒഫൻസ്, അതായത് ഇഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യം എവിടെയും ഒരു കേസായി രജിസ്റ്റർ ചെയ്ത് വന്നിട്ടില്ല എന്നതായിരുന്നു. സിംഗിൾ ബെഞ്ച് CMRLന്റെ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ SFIOയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതിൽ കൃത്യമായും ഇഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകാം, അതിൽ യാതൊരു തടസ്സവുമില്ല എന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് CMRL അപ്പീൽ ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തിയപ്പോൾ അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം എന്നത് ഈ SFIO റിപ്പോർട്ട് നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 1.5 വർഷത്തോളം വാദം പൂർത്തിയായി വിധി പറയാനായി മാറ്റിവെച്ചിരുന്നു. ആ സമയത്ത് ഈ SFIOയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോടതി അത് നേരത്തെ തന്നെ വാദം പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധി വരുമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ നിരത്തിയത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് കൂടുതൽ ശക്തമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. PMLA പ്രകാരം കൃത്യമായി ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല എങ്കിൽ തന്നെ ഇഡിക്ക് സിവിൽ നടപടികളുമായി മുന്നോട്ട് പോകാം. അതായത് പരിശോധനകൾ നടത്താം, സമൻസ് അയച്ച് ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്താം. അതിലൊരു കുറ്റകൃത്യമുണ്ടോ ഇല്ലയോ എന്നത് പരിശോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് സിംഗിൾ ബെഞ്ച് എന്താണോ പറഞ്ഞത് അതിനും ഒരല്പം മുകളിലേക്ക് ഒരു പടി കൂടി കയറിക്കൊണ്ട് ഇഡിക്ക് കൂടുതൽ അധികാരങ്ങളും അവകാശങ്ങളും ഈ PMLA പ്രകാരം ഉണ്ട് എന്ന് കൃത്യമായും നിരീക്ഷിക്കുകയും അതൊരു ഉത്തരവിന്റെ രൂപത്തിൽ കൂടി പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് CMRL ആദ്യ വിധിക്കെതിരെ അപ്പീൽ പോയപ്പോൾ ആദ്യ വിധിയേക്കാൾ ദോഷകരമായ ഉത്തരവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി അവർ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോവുകയാണ്. 2 ആഴ്ചത്തെ സമയം ചോദിച്ചു, ആ സമയം അനുവദിച്ചില്ല. അപ്പോൾ അവർ ഏറ്റവും അടുത്ത ദിവസം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് സുപ്രീം കോടതി വേനൽ അവധിക്കായി അടച്ചിരിക്കുന്ന സമയമാണ്. അവിടെ വെക്കേഷൻ കോടതികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ നിലയിൽ വേഗത്തിൽ പോയി ഒരു കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുക എന്നതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ഹഡിലായി CMRL മുന്നിലുണ്ട്. കാരണം അവിടെ വേനലവധിക്കുള്ള വെക്കേഷൻ ബെഞ്ചുകൾ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും. സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരെയാണ് അവർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. അതുകൊണ്ട് തന്നെ ആ നിയമപരമായ കാര്യങ്ങളൊക്കെ അവരുടെ അഭിഭാഷകർ ഡൽഹിയിൽ ചെയ്യും. പക്ഷേ അവിടെ സുപ്രീം കോടതി വേനലവധിക്ക് അടച്ചിരിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തുടർ നിയമ നീക്കങ്ങൾക്കത് വൈകൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടയിൽ EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള എല്ലാ ഹഡിൽസുകളും മാറിയിരിക്കുന്നു. അവർക്ക് അതിവേഗം മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനപ്പെട്ടയാൾ വിളിപ്പിക്കേണ്ടത് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയെയാണ്. ടി വീണയ്ക്കുള്ള സമൻസ് ഉടൻ തയ്യാറാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ അടുത്ത ആഴ്ച തന്നെ ആ സമൻസ് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്.